ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്നേഹിതൻ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം. വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് അസ്ഥികൾ ജീവിക്കുമെന്നും ശവക്കുഴി തുറന്ന് പുറത്തു വരുമെന്നും ഭൂമിയിൽ നിന്ന് മനുഷ്യർ പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ ഉണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലേ? അങ്ങനെ ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, പിന്നെ നിങ്ങൾ എന്താ എഴുന്നേൽപ്പ് എന്ന് പറയുന്നത്? അത് ആത്മീയമായ ഉയർപ്പാണ് എന്ന് പറഞ്ഞ് ദൈവവചനത്തോട് വൈരുദ്ധ്യമായത് സംസാരിക്കുന്നത് എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചു. ശരിയാ, അദ്ദേഹം പ്രധാനമായിട്ട് കൊണ്ടുവന്ന ഒരു വാക്യം, ഈസ് എ പെന്റക്കോസ്റ്റൽ പാസ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പേര് പറയുന്നു. ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്, എൻ്റെ ഒരു സ്നേഹിതനും കൂടെയാണ്. നിങ്ങൾ നല്ല സൗഹൃദപരമായിട്ട് ആശയ സംവാദം നടത്തുന്ന ഒരു ദേവദാസൻ. അദ്ദേഹം പറഞ്ഞ വാക്യം യെശയ്യാവിന്റെ പ്രവചനം 26 19 വാക്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും, മൃതന്മാർ ജീവിക്കും, ശവങ്ങൾ എഴുന്നേൽക്കും. കൃത്യമാണ്. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ വെച്ച് കൃത്യമായ നിലയിൽ ക്രൈസ്തവ സമൂഹത്തില് ഫിസിക്കൽ റിസറക്ഷൻ എന്ന് പറയുന്ന ഒരു പഠനം, ഞാനും അത് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം പിന്നെ നമ്മൾ ബൈബിൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചപ്പോഴാണ്, ഉൽപ്പത്തിയിലേക്ക് പോയപ്പോഴാണ് ഇത് മനുഷ്യൻ മണ്ണിലേക്ക് പോകുന്ന ആ മരണത്തെ സംബന്ധിച്ചല്ല ബൈബിൾ പറയുന്നതെന്നും പിന്നെ എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇത് എഴുതിയിരിക്കുന്നതെന്നും ഒരുപാട് സംശയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. തിരുവെഴുത്തിനകത്ത് നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ഈ വേദപുസ്തകം, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പഴയ നിയമ വേദപുസ്തകം തന്നെ എഴുതിയിട്ട് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, പുരാതനമായി രേഖപ്പെടുത്തിയ, അനേക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതനമായി രേഖപ്പെടുത്തിയ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിൽ പ്രധാനമായതാണ് വേദപുസ്തകം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഏൻഷ്യൻ നിയർ ഈസ്റ്റാണ്. അതായത് നമ്മുടെ പൗരസ്ത്യ സഭകൾ, അതായത് ഈ മധ്യപൂർവേഷ്യയിലെ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റിലാണ് ഇതിന്റെ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. പ്രത്യേകിച്ച് യെറൂശലേം തുടങ്ങിയ, ബാബിലോൺ തുടങ്ങിയ ആ ഏരിയ നമുക്കെല്ലാവർക്കും അറിയാം. ജിയോഗ്രഫിക്കലി വി നോ ദ ലൊക്കേഷൻസ്. അപ്പം ഈ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റിൽ ഞാൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് ആ ലൊക്കേഷനിൽ, ആ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരവും അവിടെ ഉണ്ടായിരുന്ന ഡൈനാസ്ട്രീസ്, എന്തുവാ ഡൊമിനിയൻ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്നു, വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ഉഖാരറ്റ് സംസ്കാരം, ഇങ്ങനെയുള്ള അക്കേഡിയൻ സംസ്കാരം, ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളും ഭാഷാ വൈഭവങ്ങളും നിറഞ്ഞതാണ് നമുക്കറിയാം നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഏരിയ എന്ന് ആ പ്രദേശം എന്ന് പറയും. അപ്പോൾ വേദപുസ്തകത്തിന്റെ എഴുത്തുകാരും ഈ ഒരു സംസ്കാരത്തെ സംബന്ധിച്ച് പരിചയരായതുകൊണ്ട് വേദപുസ്തകത്തിനകത്തെ എഴുത്തുകൾക്കകത്ത് ഈ നിയർ ഈസ്റ്റ് ലാംഗ്വേജ്, ഏൻഷ്യൻ നിയർ ഈസ്റ്റ്, അങ്ങനെ ANE എന്ന് പറയും, നിയർ ഈസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മരണമെന്നും ഉയർത്തെഴുന്നേൽപ്പും എന്ന് പറയുന്നത്, നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ മരണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരാൾ പറയും മരിച്ചു. ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയും ആ ആള് മണ്ണിലോട്ട് പോയ ആൾ തന്നെ തിരിച്ചു. ഇതിലപ്പുറത്തൊരു ചിന്ത നമുക്ക് വരാറില്ല. കാരണം നമ്മുടെ മതങ്ങൾ പോലും നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല എന്നത്. കാരണം നമ്മുടെ ഉപദേശങ്ങൾ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ മരണത്തെ ഫിസിക്കൽ ഡെത്ത് ആയിട്ടും ഉയർപ്പിനെ ഫിസിക്കൽ റിസറക്ഷനായി നിലനിർത്തിയാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരമ്പരാഗതമായ നമ്മുടെ ഉപദേശങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായി നിലനിൽപ്പുണ്ടാകും. അല്ലായെങ്കിൽ അതെന്ത് ചെയ്യും? നിശ്ചയമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുകയും ആളുകൾ ആ സംഭവങ്ങൾ എടുത്ത് കളഞ്ഞിട്ട്, ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയും പിന്മാറ്റത്തിൽ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം കൃത്യമായ സുവിശേഷം മനസ്സിലാക്കുന്ന, യേശുവിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പിന്മാറാൻ കഴിയത്തില്ല, എത്തിസ്റ്റ് ആകാനും പറ്റത്തില്ല. അതെ, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ എത്തിസ്റ്റ് ആയി പോകണേ. പക്ഷേ ദൈവത്തിന് കൃപയാൽ അത് ഇമ്പോസിബിൾ ആണ്.
അപ്പൊ ഇതെന്താണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾ വേദവസ്തുത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നവരെങ്കിൽ, വേദവസ്തുത്തിന്റെ സത്യങ്ങൾ ക്രിസ്തുവിന്റെ സഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെങ്കിൽ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ഞാൻ ഇതിനകത്ത് കുറച്ച് ഏൻഷ്യന്റ് അവരുടെ കൃതികൾക്കകത്തുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്ത് യു ക്യാൻ ചെക്ക് വിത്ത് ഇൻ ഗൂഗിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ മെസപ്പട്ടോമിയൻ സിറ്റിയിലെ നമ്പർ 1 മെസപ്പട്ടോമിയൻ സിറ്റി ലെവൻസ് എന്ന് പറയുന്ന, അതായത് ഊർ എന്ന് പറയുന്ന പട്ടണം, നമുക്കറിയാം അബ്രഹാമിനെ ദൈവം വിളിച്ചു വരുത്തിയ മെസപ്പത്തോമിയ എന്ന് പറയുന്ന ആ സംസ്കാരത്തിൽ നിന്ന്, ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വരുത്തി. ഏകദേശം ബി സി 2000 ആ കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഈ പട്ടണങ്ങൾക്കൊരു വലിയ പതനം ഉണ്ടായി. ഈ പതനങ്ങളെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന നാശം, അല്ലെങ്കിൽ ആ പട്ടണം നശിച്ചു, അവിടുത്തെ ഡൈനാസ്റ്റിക് നാശം വരുന്നു. ഈ പതനത്തെ സുമേറിയൻ വിലാപങ്ങൾ അല്ലെങ്കിൽ മെസപ്പറ്റോമിയൻ വിലാപങ്ങൾ എന്ന പദത്തിൽ, എന്ന പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എഴുത്തുകളിൽ മരണതുല്യമായ പദങ്ങൾ ഈ നാശത്തെ വിവരിക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു പട്ടണം നശിച്ചു പോകുമ്പോൾ അതിന്റെ പതനത്തെ മരണമായിട്ട് വിവരിക്കുന്നത് നമുക്ക് കാണപ്പെടും. അതവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: ഊർ നശിപ്പിക്കപ്പെട്ടു, അതിലെ ആളുകൾ പൊടിയിൽ കിടക്കുന്നു, എന്നിട്ടും പുതുക്കപ്പെടുന്നതിന്റെ പ്രതീക്ഷകൾ ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആ പൊടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഊർ എന്ന് പറയുന്ന പട്ടണം നശിപ്പിക്കപ്പെട്ടു, ആളുകൾ പൊടിയിൽ കിടക്കുന്നു, അതിന്റെ പുതുക്കലിന്റെ പ്രതീക്ഷകൾ ഉയർന്നു വരുന്നു. അടുത്തത്, നഗരം അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ, ആളുകൾ വീണ്ടും ജീവിക്കട്ടെ. ഇത് മെസപ്പത്തോമിയൻ സിറ്റി ലെവൻസ്, അത് മലയാളത്തിൽ പറഞ്ഞ മെസപ്പത്തോമിയൻ നഗരവിലാപങ്ങൾ എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്റ്റുകളിൽ നമുക്കിത് വായിക്കാൻ പറ്റും. യു ക്യാൻ see these all things in the internet. അപ്പൊ ഇവിടെ എന്താ? നഗരം എന്ത് ചെയ്യണം? അവശിഷ്ടങ്ങളിൽ നിന്ന് റിസറക്ഷൻ ഉണ്ടാകട്ടെ, ജനങ്ങൾ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആ പൊടിഞ്ഞുപോയ, തകർന്നുപോയ നഗരം അവിടെ നിന്ന് ഇങ്ങനെ മുളച്ച് പെതുക്കെ കയറി വരണമെന്നോ, മരിച്ചുപോയ ആളുകൾ കൃത്യമായ നിലയിൽ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെന്നല്ല അവിടെ വിവക്ഷിക്കുന്നത്. മറിച്ചത് അധപതനം സംഭവിച്ചു പോയ ആ പട്ടണവും, നശീകരണം സംഭവിച്ച ജനവിഭാഗവും, അടിമകളാക്കപ്പെട്ട ജനവിഭാഗവും വീണ്ടും ആ പട്ടണത്തെ പുനരുദ്ധരിക്കപ്പെടുകയും പൂർവ്വസ്ഥിതിയിലേക്ക് അത് ക്രമീകരിക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുക എന്നതുകൊണ്ടാണ് ഇവിടെ റിസറക്ഷൻ എന്നതുകൊണ്ടും അതിനെ മരണ അല്ലെങ്കിൽ ഉയർപ്പ് എന്ന നിലയിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഒരു നഗരത്തിന്റെ വിധി വ്യക്തികളുടെ അല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെയും സ്വത്വത്തിന്റെയും പ്രത്യാശയുടെ ഭാഷയിലാണ് പ്രകടിപ്പിക്കുന്നത്. മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഭാഷ. അപ്പം നശിച്ചു പോകുന്നതിനെ മരണമെന്നും വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നതിനെ ഉയർത്തെഴുന്നേൽപ്പുമെന്നുമാണ് ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് നാടുകളിൽ അവരുടെ പട്ടണത്തെ ഒരു വ്യക്തിയോട് ഉപമിച്ച്, മനുഷ്യരോട് ഉപമിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ബോധ്യമായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്, ബാൽ ചക്രം, അതായത് ഉഗാരിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഉഗാരിറ്റ്, ബാൽ സൈക്കിൾ, ബാർ സൈക്കിൾ. ഇവിടെ ഈ ഉഗാരിറ്റ് ടെസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഉഗാരിറ്റിക് പുരാണങ്ങളിൽ, അതായത് ആ ലെജൻഡറികളിൽ ഇങ്ങനെ പറഞ്ഞ, ഫലപുഷ്ടത കൊണ്ടുവരുന്ന കൊടുങ്കാറ്റ് ദേവനായ ബാൽ മരിക്കുകയും പാതാളത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഞാൻ അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ. ഇൻ ദ ഉഗാരിറ്റിക് മിത്ത് ബാൽ, എ സ്റ്റോം ഗോഡ് ഹു ബ്രിങ്സ് ഫെർട്ടിലിറ്റി, അതായത് സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്ന കൊടുങ്കാറ്റായ ദേവൻ. നമുക്കറിയാം ബാൽ എന്ന് പറയുന്ന ദേവനെ കുറിച്ച് ഈ പഴയ കാല ടെസ്റ്റുകളിൽ പറയുന്ന ഇങ്ങനെയാണ്: ഹീസ് ദ ക്ലൗഡ് റൈഡർ, അതായത് യഹോവയായ ദൈവം മേഘത്തിൽ വരുന്നു എന്ന് ഈ ക്ലൗഡ് റൈഡർ എന്ന് പറയുന്ന യഹോവയെ കുറിച്ചുള്ള ഒരു നാമകരണം. അപ്പൊ യഹോവയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഈ ദേവനുണ്ട്. ഇദ്ദേഹം കൊടുങ്കാറ്റിന്റെയും മഴയുടെയും മഴയുടെയും എന്ത് പറയുന്നേ, ഫയറിന്റെ ഒക്കെ ദേവനാണ്, ഫയർ ദേവനാണ് ബാല്. അപ്പൊ ഇവിടെ എ സ്ട്രോങ് ഗോഡ് ഹു ബ്രിങ്സ് ഫെർട്ടിലിറ്റി, ബാലിനെ കുറിച്ച് പറയാം. ഡൈസ് ആൻഡ് ഡിസൻസ് ടു ദ അണ്ടർ വേൾഡ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക, കൊടുങ്കാറ്റിനെയൊക്കെ ഫലപുഷ്ടമായി കൊണ്ടിരുന്ന കൊടുങ്കാറ്റ് ദേവനായ ബാല്
മരിക്കുകയും പാതാളത്തിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പം ദൈവം മരിച്ചു പോകും. അടുത്ത ബാൽ മരിച്ചു, ഭൂമിയുടെ നാഥനായ രാജകുമാരന് എന്ത് ഭവിച്ചു? ദൈവം മരിച്ചു എന്നാണ്. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ ദേശം തഴച്ചു വളരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദൈവം മരിച്ചുപോയി, ബാൽ ചത്തുപോയി, പാതാളത്തിലേക്ക് പോയി, അയാൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുക. ബാൽ ജീവിച്ചിരിക്കുന്നു, രാജകുമാരൻ ഭൂമിയുടെ നാഥൻ വീണ്ടും ജീവിക്കുന്നു. ബാലിന്റെ പുനരുദ്ധാനം വിളകളുടെ പുതുക്കലും ദേശീയ സമൃദ്ധിയും ഉറപ്പാക്കും. വരൾച്ചയ്ക്ക് ശേഷമുള്ള ദേശത്തിന്റെ പുനർജനനത്തെ പ്രതീകപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സമൃദ്ധി കൊണ്ടുവരുന്ന കൃഷികൾക്ക് വലിയ എന്താ പറയുന്നത്, പുതുക്കൽ, വിളകളെ പുതുക്കുകയും സമൃദ്ധിയെ കൊണ്ടുവരികയും വരൾച്ച മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ബാൽദേവൻ വരൾച്ച വന്നാൽ അയാൾ ചത്തുപോയെന്നും സമൃദ്ധി വന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്നുവെന്നും. അപ്പം ബാൽ എന്ന് പറയുന്ന ദേവൻ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വിളകളെല്ലാം പുതുക്കപ്പെടുകയും ദേശം മുഴുവൻ സമൃദ്ധിയാൽ നിറയുകയും ചെയ്യുമ്പോൾ ബാല് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? എവേക്കണിങ്, റിന്യൂവ് ചെയ്യുക, പുതുക്കപ്പെടുക. ഇതിന് മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിച്ചിരുന്ന, ഏൻഷ്യന്റ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. ഓക്കെ. മൂന്നാമത്തത്, ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാം, നിങ്ങൾക്കിത് ബോറാന്നെങ്കിൽ വെച്ചിട്ട് പോകണം, നോ പ്രോബ്ലം. ഇത് ആരെങ്കിലും പഠിക്കുന്നെങ്കിൽ, കാരണം ഞങ്ങൾ അപ്പച്ചൻ പറഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു ചേട്ടന്മാർ ദയവേത് കേൾക്കേണ്ട. നിങ്ങൾ ഇനി മണ്ണി നാളെ എഴുന്നേറ്റ് വരുന്നു, അപ്പൂപ്പ എഴുന്നേറ്റ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏതായാലും സെല്ലിനകത്ത് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറയ്ക്ക് ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ ഇതിൻ്റെ താഴെ വന്നിട്ട് അനാവശ്യമായ കമൻറ്റുകൾ ഇടരുത്. നല്ലപോലെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ശ്രദ്ധിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വെറുതെ വന്ന് പൊട്ടനാവരുതെന്ന് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസവും വിവരമുള്ളൊരു തലമുറയുണ്ട്. എന്ത് കേട്ടാലും വിഴുങ്ങുന്ന തലമുറയല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന, ശോധന ചെയ്യുന്നൊരു തലമുറയുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഐ എം ടോക്കിംഗ് ടു മൈ ചിൽഡ്രൻ, നോട്ട് ടു ദ ഓൾഡ് പീപ്പിൾ. ഒരു കാലത്തും നന്നാകാത്ത പഴയ ആളുകളോട് ഞാൻ സംസാരിക്കുന്നില്ല. ശരി. മൂന്നാമത്തത്, തേർഡ് വൺ നോട്ട് ചെയ്തിരിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ടെക്സ്റ്റ്. ഈജിപ്ഷ്യൻ ടെക്സ്റ്റ്. ഞാനിതൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ ഇതിനെക്കുറിച്ചുള്ളത് കിട്ടും. എല്ലാ കാര്യത്തിൻ്റെയും കൂടെ ബിബ്ലിയോഗ്രാഫി പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറ്റില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. ഇപ്പം തന്നെ ഒരു 10 മിനിറ്റ് കൂടുതൽ ആളുകൾ വീഡിയോ കേൾക്കാൻ കാണത്തില്ല. ഇപ്പം തന്നെ കട്ട് ചെയ്തിട്ട് പോകാനുള്ള സമയം, കാരണം ആർക്കും സമയമില്ലല്ലോ, ആരും സമയമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അങ്ങ് പറഞ്ഞിടാം, ആരെങ്കിലും കേൾക്കട്ടെ. ഈജിപ്ഷ്യൻ ടെക്സ്റ്റ്, അതായത് ഈജിപ്ഷ്യയിലെ പാഠങ്ങൾ പറയും. ഫറവോന്റെ പുനരുത്ഥാനം ഈജിപ്തിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിരമിഡ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പിരമിഡ് ടെക്സ്റ്റിൽ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയത്. ഫറവോന്റെ പുനരുത്ഥാനം ഈജിപ്തിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ ഫാറോസ് റിസറക്ഷൻ വാസ് ടൈഡ് ടു ഈജിപ്റ്റ്സ് സർവൈവൽ ഇൻ ദ പിരമിഡ് ടെക്സ്റ്റ്. PT 373. ജസ്റ്റ് സെർച്ച് ചെയ്യുക, PT പിരമിഡ് ടെക്സ്റ്റ് 373. റേസ് യുവർസെൽഫ് ഓ കിങ്, രാജാവേ എഴുന്നേൽക്കുക. യു ഹാവ് നോട്ട് ഡൈഡ്, നീ മരിച്ചിട്ടില്ല. യുവർ ബോഡി ഷാൽ ലീവ് ഫോർ അവർ, അങ്ങയുടെ ദേഹി എന്നേക്കും ജീവിച്ചിരിക്കും. യുവർ ലിംബ് ഷാൽ ഫ്ലറിഷ്, നിന്റെ അവയവങ്ങൾ തഴച്ചു വളരും. നിന്റെ ലിംബ് എന്ന് പറഞ്ഞ അവയവങ്ങൾ തഴച്ചു വളരും, കൈകാലുകൾ തഴച്ചു. പിൽക്കാല ശവപ്പെട്ടി വാചകങ്ങൾ, അതായത് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ തമാശയായിട്ടിടും. ലേറ്റർ കോഫിൻ ടെക്സ്റ്റ്, അതായത് പിൽക്കാലത്ത് വന്ന കോഫിൻ ടെക്സ്റ്റ് എക്സ്റ്റെൻസ് ദിസ് ഇമേജറി ടു ഈജിപ്റ്റ് ഇറ്റ്സെൽഫ്. അതായത് ഇവരുടെയൊക്കെ ഈ ശവങ്ങൾ അടക്കം ചെയ്യുന്ന ശവപ്പെട്ടികൾക്കകത്ത് എഴുതിയിരിക്കുന്ന പിൽക്കാലങ്ങളിൽ വന്ന ടെക്സ്റ്റിൽ ഇതിനെ ഈ ഒരു വിഷയത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ബലപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ വാചകങ്ങൾ നമുക്ക് കാണാം. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഫറവോന്റെ ഒക്കെ ശവപ്പെട്ടിയിൽ എഴുതിയിരിക്കുന്നത്, ഐ ഹാവ് റിസൺ ഫ്രം ദ ആഷസ്, ഞാൻ എവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഇത് ക്രിസ്ത്യാനികൾ കേൾക്കണം, ബൈബിൾ വായിക്കുന്ന അച്ചാച്ചന്മാരൊക്കെ കേട്ടോണം. ഐ എം റിസൺ ഫ്രം ദ ആഷസ്, ഞാൻ എന്താ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഐ ഹാവ് ക്ലോത്ത്ഡ് മൈസെൽഫ് എൻ യു, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലോത്ത് മൈസെൽഫ് ഇൻ യു, ഞാൻ എന്നെ തന്നെ പുതുതായി ധരിച്ചിരിക്കുന്നു. മൈ ലാൻഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, എന്റെ രാജ്യം സ്ഥാപിതമായി. മൈ പീപ്പിൾ ആർ സേഫ്, എന്റെ ജനം സുരക്ഷിതമായി.
ദ കിങ്സ് റിന്യൂവൽ ഗ്യാരണ്ടീഡ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ലൈഫ് ഓഫ് ദ നേഷൻ. അപ്പൊ രാജാവ് റിസറക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ദേശം സമൃദ്ധിയായും സുരക്ഷിതമായും രാജ്യത്തിന്റെ സ്ഥിരതയും ജീവിതത്തിന്റെ നിലവാരവും മെച്ചപ്പെടുന്നതിനെയാണ് രാജാവ് ഉയർത്തെഴുന്നേറ്റുന്നത്. അപ്പൊ റിസറക്ഷൻ ലാംഗ്വേജ് മനസ്സിലാക്കണം. അപ്പൊ ബൈബിൾ പറഞ്ഞിട്ടില്ലേ മണ്ണിന്ന് എഴുന്നേറ്റ് വരും. മണ്ണിന്ന് എഴുന്നേറ്റ് വരും. വെയിറ്റ് ചെയ്യും, മണ്ണിലോട്ട് അങ്ങ് ഇരി കുറച്ചു നേരം, എന്നിട്ട് ഇത് കേക്ക്, ഇത് എന്തോ എഴുതിയേക്കുന്നത് കേക്ക്. കാരണം ഇത് എഴുതിയത് കോഴഞ്ചിക്കാരനും കുമ്പനാട്ടുകാരനും അല്ല, ഇത് എഴുതിയത് അങ്ങ് ദൂരെ ആളുകളാണ്. അവരുടെ സംസ്കാരം, അവരുടെ ലാംഗ്വേജ് കൃത്യമാണ്. അവർ മലയാളികളല്ല. ആദ്യം മനസ്സിലാക്ക്, ഇതിന്റെ എഴുത്തുകാരെല്ലാവരും തന്നെ ആ നിയർ ഈസ്റ്റിലുള്ളവരാണ്, മധ്യപൂർവേഷ്യയിലുള്ളവരാണ്. അവർക്ക് ആ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള സംസ്കാരമുണ്ട്, അവിടെ ലിറ്ററേച്ചർ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, സംസ്കൃതിയുണ്ട്, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, എല്ലാ വാക്കുകൾക്കും ഒരു എറ്റിമോളജി ഉണ്ട്, എല്ലാ സംസ്കാരത്തിനും ഒരു പിൻബലമുണ്ട്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ പുറകുണ്ട്, ലിറ്ററൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ പുറകിലുണ്ട്. ഇതുകൊണ്ട് ഓരോ ഭാഷ എഴുതുമ്പോഴും നമ്മൾ അങ്ങോട്ട് മലയാളത്തിൽ വായിച്ചിട്ട് നമുക്ക് ബോധിച്ചതുപോലെ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ താഴ്മയോടെ ഞാൻ പറയും. അടുത്തത് മൂന്നാമത്, അപ്പൊ രാജാവ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ രാജ്യം എഴുന്നേൽക്കുക. അടുത്തത് നാലാമത് ഹിത്യത്ത് മിത്ത്. അപ്പൊ ഹിത്യർ എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ കാലത്ത് സുമേറിയൻ സംസ്കാരം, ഉഗാരറ്റ് സംസ്കാരം, അതുപോലെ തന്നെ മെസപ്പറ്റോമിയൻ സംസ്കാരം, ഇങ്ങനെ ഒത്തിരി സംസ്കാരങ്ങളുടെ കാലം അവിടെ നിലനിന്നിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഹിത്യരുടെ ഡൈനാസ്റ്റി. അതിൽ മിത്ത്, അതിനകത്ത് സോങ് ഓഫ് ഉള്ളിഖുമി എന്ന് പറയുന്ന ഒരു പാട്ട്, അതിന്റെ മലയാളം ഞാൻ ഉള്ളിഖുമിയുടെ ഗാനമെന്ന്. ഈ ഐതിഹ്യം ഒരു പ്രപഞ്ച പ്രക്ഷോഭത്തെയും പുനർസ്ഥാപനത്തെയും വിവരിക്കുന്നു. ഇത് ഹിത്യത്ത് മിത്താണ് കേട്ടോ. കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കല്ല് പോലെ ഉള്ളിഖുമി ദൈവങ്ങളെ ഭീഷണിപ്പെടുത്തി ഉയർന്നു നിൽക്കുന്നു. ദൈവിക ഇടപെടലിന് ശേഷം ആകാശം വീണ്ടും ക്രമീകരിച്ചു, ഭൂമി പുതുതായി സ്ഥാപിക്കപ്പെട്ടു. അതൊക്കെ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലുള്ളതെല്ലാം വെന്തു പോകുമെന്ന് വേദിയിൽ നിന്ന് കടന്ന് ഭയങ്കരമായിട്ട് കണ്ടക്ഷോഭം നടത്തുന്ന ചേച്ച ഏട്ടമസദ്യക്ക് എന്തോ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചത്. ദൈവത്തിന്റെ ആകാശം വീണ്ടും ക്രമീകരിച്ചു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെല്ലാം കൂടെ അവിടെ എല്ലാം ചെതറി കിടക്കുന്ന എല്ലാത്തിനും കൂടെ അടുക്കും ചിട്ടയോടെ വെച്ചതാണോ? ഭൂമി പുതുതായി സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഴയ ഭൂമി എല്ലാവരും എടുത്ത് തോട്ടി കളഞ്ഞിട്ട് പുതിയ ദ എർത്ത് വാസ് എസ്റ്റാബ്ലിഷ് എ ന്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുത്തൻ ഭൂമി ഇങ്ങനെ ഭൂം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബാങ് തിയറിയിൽ ഉണ്ടായി വന്നതാണ്. അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് എ റിന്യൂവൽ ഓർ റിസറക്ഷൻ ലാംഗ്വേജ് ഓഫ് എ നേഷൻ. ഇവിടെ പുനരുത്ഥാനത്തിന്റെ സമാനമായ ഭാഷ ഉപയോഗിക്കുന്ന അത് എന്തിനെ കുറിച്ചാ? അതിജീവനത്തെ മാത്രമല്ല, പ്രപഞ്ച നവീകരണത്തെയും. അപ്പം ഒരു ഭൂമി ആകാശത്തിന്റെ നവീകരണത്തെയും റിസറക്ഷനെയും ആ നവീകരണത്തെയും അതിജീവനത്തെയും പുതുക്കപ്പെടലിനെയും ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഷയായിട്ട് ഹിത്യരുടെ മിഥോളജിയില് ആ എന്ത് പറയുന്ന ഐതിഹ്യത്തില് രേഖപ്പെടുത്തുകയാണ്. അതായത് ഹിറ്റൈറ്റ് മിത്ത്, ദ സോങ് ഓഫ് ഉള്ളിഖുമി. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് അഖേഡിയൻ പ്രേയേഴ്സ് ഓഫ് മർദൂക്ക്. നമുക്കറിയാം മർദൂക്ക് എന്ന് പറയുന്നത് ബാബിലോണിലെ ഒരു രാജാവാണ്. അത് പിൽക്കാലത്ത് പേർഷ്യൻ രാജ്യത്തും അതേ ദേവന്മാരെ ആരാധിച്ചിരുന്നു. മർദൂക്ക് എന്ന് പറയുന്ന ദേവന്റെ പേരിലാണ് നമ്മുടെ മൊർദേക്കായി അറിയപ്പെട്ടത്. മൊർദേക്കായി എന്ന് പറയുന്ന മർദൂക്കായി. അതായത് അദ്ദേഹം ബാബിലോണിൽ ചെന്നപ്പോൾ അവരുടെ ദേവന്റെ പേര് ഇദ്ദേഹത്തിനിട്ടു, മർദൂക്കായി. അപ്പം ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ, ഹാമാനെ എന്തുകൊണ്ടാണെന്നറിയുമോ മൊർദേക്കായി വണങ്ങാത്തത്? ഹാമാൻ സേവിക്കുന്ന ദൈവത്തിന്റെ പേര് മർദൂക്ക് എന്നാണ്. ആ പേര് ഹോൾഡ് ചെയ്യുന്ന മൊർദേക്കായി പറയടാ, നിന്റെ ദേവൻ നിന്നെ വണങ്ങത്തില്ല, നീ വേണം നിന്റെ ദേവനെ വണങ്ങടാ എന്നൊരു അവകാശത്തിലാണ് മൊർദേക്കായി ഹാമാനെ വണങ്ങാതിരുതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ അഖേഡിയൻ പ്രേയേഴ്സ് ഓഫ് മർദൂക്ക്, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മർദൂക്കിനോടുള്ള അഖേഡിയൻ പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയിൽ പറയുകയാണ്, മർദൂക്കിനോടുള്ള പ്രാർത്ഥനകളിൽ ബാബിലോണിന്റെ പുതുക്കലിനെ പുനരുത്ഥാന ഇമേജറിയിൽ വിവരിക്കുന്നു. അപ്പം ബാബിലോണ് പുതുക്കപ്പെടുന്ന നാട് നശിച്ചു പോയതിനെ
പുതുക്കുന്നതിനെ പുനരുത്ഥാനവുമായിട്ട് വിവരിച്ചിരിക്കുന്നു. ഇത് അക്കേഡിയൻ പ്രാർത്ഥനകൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് വിത്ത് ഇറ്റ്. നിങ്ങൾ ബാബിലോണിലെ ശവക്കുഴിയിൽ നിന്ന് ഉയർപ്പിച്ചു. ബാബിലോണിനെ എവിടെ നിന്ന് ഉയർപ്പിച്ചു? അപ്പം ബാബിലോൺ എന്ന രാജ്യം ചത്ത് ഏതെങ്കിലും സെല്ലിൽ കൊണ്ട് അടക്കിയോ? സമയമാരതം പാട്ടുപാടി ഇല്ലല്ലോ. അപ്പൊ ബാബിലോണിനെ ശവക്കുഴിയിൽ നിന്ന് ഉയർപ്പിച്ചു. നിങ്ങൾ അവളെ കുഴിയിൽ നിന്ന് പുനഃസ്ഥാപിച്ചു. നിങ്ങൾ അവളെ വീണ്ടും തേജസ്സിൽ ഉടിപ്പിച്ചു. ഈ പദങ്ങളെല്ലാം നമുക്ക് ബൈബിളിലും കാണാൻ പറ്റും. നശിച്ചു പോയ ഒരു ലാൻഡ്, നഷ്ടപ്പെട്ടു പോയ ഒരു ജനവിഭാഗം, അതമ്പതിച്ചു പോയ ഒരു ജനക്കൂട്ടം, ഇവരെയെല്ലാം വീണ്ടും പുനരുദ്ധരിക്കുന്നതിനെയും മടക്കി കൊണ്ടുവരുന്നതിനെയും പുനഃസ്ഥാപിക്കുന്നതിനെയും തട്ടി ഉണർത്തുന്നതിനെയും ഒക്കെ നമുക്ക് വേദപുസ്തകത്തിൽ പുനരുത്ഥാനത്തിന്റെ ഭാഷയുമായി ചേർത്ത് വായിക്കാൻ പറ്റും. നഗരം തന്നെ ഉയർത്തെഴുന്നേറ്റത് പോലെയാണ്. അതായത് ഈ അക്കേഡിയൻ പ്രയറിൽ പറയുകയാണ്, നഗരം പോലും ഉയർത്തെഴുന്നേറ്റത് പോലെയാണ് രാഷ്ട്രത്തിന്റെ പുനർജീവനത്തെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പുനരുദ്ധാനം. അപ്പം മനസ്സിലാകുന്നുണ്ട്. ഈ പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഉടനെ നമ്മൾ ക്രിസ്ത്യാനികൾ, ആദ്യം ഞാൻ ക്രിസ്ത്യാനിയോട് പറയാം, നിനക്ക് ഈ പുതുനിയമ പ്രണയം ഉണ്ടല്ലോ, അത് നിന്റെ നാശകോടാലിയ. എടാ, പഴയ നിയമം അറിയാത്ത നിനക്ക് എന്തോന്ന് പുതിയ നിയമം പറയും. ചില അച്ചാച്ചന്മാർ പറയും നമ്മൾ പുതുനിയമത്തിന്റെ ആളുകൾ. ചില രക്ഷപ്പെടാൻ വേണ്ടിയാ കേട്ടോ. പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ദൈവം കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ, മക്കളെ തലക്കടിച്ച് കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ, പാറയിലടിക്കാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ ഭാര്യ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കുന്ന പറഞ്ഞ ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിരീശ്വരവാദികൾ ഇട്ട് കുത്താൻ വരുമ്പോൾ, പള്ളക്കിട്ട് കുത്താൻ വരുമ്പോൾ, നമ്മുടെ അപ്പോളജിസ്റ്റുകൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയുടെ പുസ്തകം പുതിയ നിയമമാണ്. എടോ നിന്റെ പുസ്തകത്തിനകത്ത് നീ പൊക്കിക്കൊണ്ട് നടക്കുന്ന പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഈ സംഭവങ്ങൾ എന്താണെന്ന് ഒരു നിരീശ്വരവാദിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഗട്ട്സ് ഇല്ലാതെ ഞങ്ങൾ 27 പുസ്തകത്തിന്റെ ആളാന്ന് പറഞ്ഞ് നടക്കുന്ന നാണം കൊണ്ടോടോ നിനക്കൊക്കെ? ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരു പുസ്തകം ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാലി എന്ന് പറയുന്ന പുതിയ നിയമത്തിന്റെ തുടക്കം. ഈ അബ്രഹാം ആരാടാ? ക്രിസ്ത്യാനിയുടെ വല്യപ്പനാണ്. ദാവീദ് ആരാ? ക്രിസ്ത്യാനിയുടെ കൊച്ചപ്പനാണ്. ആണോ? അവിടെ എഴുതിയിരിക്കുന്ന 42 തലമുറയിൽ ആരെങ്കിലും പെട്ട നിങ്ങളുടെ ഉമ്മനാട്, നിങ്ങളുടെ അപ്പൂപ്പന്റെയും നിങ്ങളുടെ വല്യപ്പന്റെയും ഏതെങ്കിലും വകയിലെ ആരെങ്കിലും ആണോ? ഡു ഹാവ് എനി കണക്ഷൻ വിത്ത് ദാറ്റ് പീപ്പിൾ? ഞാനിത് രോഷത്തോടെ പറഞ്ഞറിയുമോ, വലിയ വിദ്യാഭ്യാസമുള്ള ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഉപദേശിമാരാണ് പറയുന്നത് നമ്മൾ പുതുനിയമത്തിന്റെ ആളുകൾ. നമ്മൾ പുതുനിയമത്തിന്റെ ആളാ, പുതിയ നിയമ പുസ്തകത്തിന്റെ ആളല്ല. ആദ്യം മനസ്സിലാക്കും. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ മനസ്സിലാക്കണേ, പഴയ നിയമം മനസ്സിലാക്കണേ. യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് പുതിയ നിയമത്തിൽ വിവരിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തു കൃത്യമായി പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാനാ വന്നത്. അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെയാ പറഞ്ഞത്. അപ്പം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെയും മോശയുടെയും പുസ്തകത്തിൽ പറഞ്ഞതല്ലാതെ മറ്റൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ പറയാൻ ഒരു അപ്പോസ്തലനെയും ദൈവം അധികാരപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പഴയ നിയമത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ പഴയ നിയമത്തിൽ പോയി പുനരുദ്ധാനം എന്തെന്ന് പഠിക്കുക, പഴയ നിയമത്തിൽ പോയി മരണം എന്തെന്ന് പഠിക്കുക, എന്നിട്ട് പുതിയ നിയമം എടുത്തുകൊണ്ട് നടക്ക്. ഇത് മനസ്സിലാക്കാതെ പുത്തകം എടുക്കുക, മരിച്ചു ഉയർത്തി ലാസർ എഴുന്നേറ്റില്ലേ, നൈൻ്റെ വിധവയുടെ മോൻ ഉയർത്തിട്ടില്ലേ, ഇങ്ങനെ എന്നോട് ചോദിക്കുക, എടാ എഴുന്നേറ്റടേ, നൈൻ്റെ വിധവയുടെ മോനാണോ നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററിന്റെ ഭാര്യ? ആണോ? നൈനിലെ വിധവയുടെ മോളാണോ? ചത്തിട്ടേ ഇല്ല. പിന്നെ ലാസർ ഉയർത്തെഴുന്നേറ്റു. ലാസർ എന്താ മണ്ണി പോയി ലയിച്ചോ? 3 ദിവസം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റില്ലേ? ആ ലാസറാണോ നിങ്ങളുടെ സെൻറ്ററിന്റെ പാസ്റ്റർ? അല്ലെങ്കിൽ നിങ്ങളുടെ കുമ്പനായിട്ടിരിക്കുന്ന എന്തുവാ നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും ടോപ്പ് പ്രസിഡന്റ് പുള്ളിയാണോ? ലാസറാണ്. പുള്ളി പിന്നെയും മരിച്ചു പോയില്ലേ? നൈനിലെ വിധവ മകൻ വീണ്ടും മരിച്ചു പോയില്ലേ? അപ്പൊ റിസറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. യു നീഡ് ടു ഗോ ബാക്ക് ടു ദ ഓൾഡ് കവനന്റ് ഫസ്റ്റ്. പിന്നെ ദൈവമക്കളെ കബളിപ്പിച്ച് അവരുടെ കീശ കാലിയാക്കാൻ നടക്കുന്ന നിനക്കൊന്നും വേദവസത്തിന്റെ വില അറിയത്തില്ല. പറയുന്നവർക്ക് നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഈ പറയുന്നവർ എതിർക്കുന്നറിയുമോ? നിങ്ങൾ ഭയപ്പെടുകയാണ് സത്യം. അതുകൊണ്ട് പുനരുദ്ധാനം ഞാൻ എന്തുകൊണ്ട് പറയുന്നറിയുമോ? ന്യൂ കവനന്റ് എന്തെന്ന് മനസ്സിലാക്കാൻ, ന്യൂ കവനന്റ് ഡെത്ത് എന്ന്, ന്യൂ കവനന്റ് റെസറക്ഷൻ യേശു പഠിപ്പിച്ചു. അപ്പൊ ഇത് എന്താണെന്ന് യു ഗോ ബാക്ക് ടു ദ ഓൾഡ് കവനന്റ്. ചെക്ക് വിത്ത് ഇറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിസറക്ഷൻ there? ആരെങ്കിലും മണ്ണിൽ പോയി ചത്ത് മണ്ണോട് ചേർന്ന ആള് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതാണോ എന്ന് നോക്ക്. ഓക്കെ, ഇത് ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി 5-മത്തത് ഇതുപോലെ ഒരു 10-13 ഉണ്ട്. ഞാൻ ഒരു 2-3 പറഞ്ഞ് നിർത്താം.
ആറാമത്തത് അക്കൈഡിയൻ പ്രയർ ഓഫ് മൊറദൂക്ക് എന്ന് പറയുന്നതാണ്. ആറാമത്തത് മാരി പ്രോഫസിസ്. മാരി പ്രോഫസിസ് എന്ന് പറയുന്ന, ഞാനത് അങ്ങനെയുള്ള അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ പോയില്ല. BC 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മാരി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മാരി പ്രവചനം. മാരിയിൽ നിന്നുള്ള പ്രവചനങ്ങൾ BC 18-ാം നൂറ്റാണ്ടിൽ പുനരുദ്ധാന ഭാഷയെ പലപ്പോഴും പുനർസ്ഥാപനം വാഗ്ദാനം ചെയ്തു. അപ്പൊ ഇവര് റെസ്റ്റോർ ചെയ്യുന്നതിനെല്ലാം പറയുന്ന പേരെന്താണ്? പുനരുദ്ധാനം. മരിച്ച നഗരം ജീവിക്കും, ഉപേക്ഷിക്കപ്പെട്ട തൊഴുത്തിൽ ജനവാസമുണ്ടാകും, ചിതറിപ്പോയ ആളുകൾ മടങ്ങി വരും. ഇവിടെ ഒരു മരിച്ച നഗരം ഉയർത്തപ്പെടുന്നതിന്റെ രൂപകം ദേശീയ ന്യായീകരണത്തിന്റെ പ്രമേയത്തെ അടിവരയിടുന്നു, അല്ലെങ്കിൽ അതിന്റെ പുനർസ്ഥാപനത്തെ അടിവരയിടുന്നു. അപ്പൊ ഇവിടെ മാരി പ്രവചനങ്ങൾക്കകത്ത് എന്താണ് പറയുന്നത്? The city is going to be resurrected. The dead city will alive. The deserted fold will be inhabited. Scattered people will return. Here is the metaphor of the dead city being raised, underscore the theme of national vindication. Okay? What is the meaning of these verses? ഒരു നാട് നശിച്ചു പോയതിന് തിരിച്ചെന്ത് ചെയ്യാണ്? ഏഴാമത്തത് ഫൊയ്നീഷ്യൻ ഇൻസ്ക്രിപ്റ്റ്സ്, അതായത് ഫൊയ്നീഷ്യൻ ലിഖിതങ്ങൾ. ഫൊയ്നീഷ്യ എന്ന് പറഞ്ഞ ഏതാ? ഗ്രീക്ക് ആണെന്ന് തോന്നില്ലേ? സൂറോ ഫൊയ്നീക്ക എന്നൊക്കെ പറഞ്ഞ യേശു കർത്താവ് കനാന്യ സ്ത്രീ ബൈബിളിൽ നമുക്ക് ഭാഗമാണ്. ഫൊയ്നീഷ്യൻ നഗര ലിഖിതങ്ങളിൽ ചിലപ്പോൾ നാശത്തിന് ശേഷം പുതുക്കലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് ഞാൻ ഇതിനെ ജസ്റ്റ് വാണ്ട് ടു റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. One minute. Okay. Phoenician city inscription sometimes speaks of the renewal after destruction. The Sidon was cast down to Sheol. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സീതോൻ, അതാണല്ലോ സീതോൻ ദേശമാണ് ഫെനീഷ്യ. സീതോനെ പാതാളത്തിലേക്ക് എറിഞ്ഞെങ്കിലും ബാൽ അവളെ ഉയർപ്പിച്ചു. ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ? സീതോനെ പാതാളത്തിൽ എറിഞ്ഞെങ്കിലും ബാൽ അവളെ ഉയർപ്പിച്ചു, അവൾ ജനതകളുടെ ഇടയിൽ പ്രകാശിക്കുന്നു. അപ്പൊ സീതോൻ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് സീതോൻ. ഈ സീതോനെ പാതാളത്തിൽ എറിഞ്ഞ് കൊന്നു, ശവക്കുരി കളഞ്ഞെന്ന്. എന്നാൽ ബാൽ ദൈവം അവളെ ഉയർപ്പിച്ചു. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? മരിച്ചു, ഉയർപ്പിച്ചു, അല്ലെ? റിസറക്ഷൻ. സത്യത്തില് ഇത് ഏതെങ്കിലും ഒരു പട്ടണത്തെ കൊണ്ടുവന്ന് ദൈവം പാതാളത്തിൽ കളഞ്ഞു. അപ്പൊ അതിന് നാശത്തെ മരണമെന്നും അതിന്റെ പുനർസ്ഥാപനത്തെ ഉയർപ്പെന്നും സംഭവിക്കും. ഓക്കെ, ഇതാണ് ലാംഗ്വേജ്, നിങ്ങൾ മനസ്സിലാക്കി. എട്ടാമത്തത് അസീറിയൻ റോയൽ ഇൻസ്ക്രിപ്റ്റ്സ്, അതായത് അസീറിയയിലുള്ള റോയൽ ഇൻസ്ക്രിപ്ഷൻ ആണ് അടുത്ത എട്ടാമത്തെ, അതായത് ഏൻഷ്യന്റ് നിയർ ഈസ്റ്റിലുള്ള ലിഖിതങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇഡിയംസ്, ഈ ഒരു ഭാഷാ പ്രയോഗത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതില് അസീറിയൻ രാജാക്കന്മാർ പലപ്പോഴും പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ വിവരിച്ചിട്ടുണ്ട്. അത് അവർ പറയുന്നത് എങ്ങനെയാണ്? ഈ ലിഖിതങ്ങളിൽ പറയുന്നത്, ഞാൻ നഗരത്തെ അതിന്റെ ശവകുടീരത്തിൽ നിന്ന് പുനർനിർമ്മിച്ച് ഞാൻ അതിന്റെ മതിലുകൾ പൊടിയിൽ നിന്ന് ഉയർത്തി. അപ്പൊ നമ്മൾ ബൈബിൾ ആക്കണം, അന്നാളിൽ അനേകരെ ദൈവം പൊടിയിൽ നിന്ന് ഉയർപ്പിക്കുന്നത് വായിച്ചിട്ടില്ലേ? പൊടിയിൽ നിന്ന് ഉയർത്തി ഞാൻ അതിലെ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. വണ്ടർഫുൾ അല്ലേ? ഐ ബിൽഡ് ദി സിറ്റി ഫ്രം ഇറ്റ്സ് tomb, കല്ലറയിൽ, ശവക്കുഴിയിൽ, and raise its walls from the dust and restore its peoples to life. ജനത്തെ എന്ത് ചെയ്യും? അവർക്ക് ഞാൻ ജീവൻ കൊടുത്തവരെ പുനരുദ്ധാനം ചെയ്ത് അവരെ എന്ത് ചെയ്യും? മടക്കി. This imagery, the imagery of tomb and dust reinforces the idea of cities being resurrected from destruction. കിട്ടിയോ? എത്രണ്ണം വേണം? അടുത്തത് സൊറോസ്ട്രിയൻ ഗ്രന്ഥങ്ങൾ, അതായത് അവന്താൻ എന്ന് പറയുന്ന, ഞാൻ അതിന്റെ ഇംഗ്ലീഷിലാകും, സൊറാസ്ട്രിയ മതം എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? സൊറാസ്ട്രിയൻ ടെക്സ്റ്റ്, അവസ്ഥാൻ. ഇൻ പേർഷ്യൻ സൊറാസ്ട്രിയൻ ടെക്സ്റ്റ്, സൊറാസ്ട്രിയ മതം നമുക്കറിയാം, പേർഷ്യൻ ഉണ്ടായിരുന്ന മതമാണ് സൊറാസ്ട്രിയ മതം. അതെ, സൊറാസ്ട്രിയൻ ടെക്സ്റ്റ് നാഷണൽ ആൻഡ് കോസ്മിക് റിന്യൂവൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിസറക്ഷൻ ടൈം. സർവ്വദേശീയമായിട്ടുള്ള ഡിസാസ്റ്ററും അതിന്റെ പുനർനിർമ്മാണത്തെയൊക്കെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള നിലയിൽ
ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഡെഡ് എർത്ത് ഷാൽ ലിവ്, ചത്തുപോയ ഭൂമി എഴുന്നേറ്റ് നാടെന്നാണ് അല്ലേ? ഗ്ലോറി ടു ഗോഡ്. മൃതഭൂമി ജീവിക്കും, വരണ്ട വയലുകൾ വഹിക്കും. വരണ്ട വയലുകൾ, ദ പാർച്ച്ഡ് ഫീൽഡ് ഷാൽ ബെയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? വീണ്ടും അത് ഫലമുള്ളതായി മാറും എന്നുള്ള അർത്ഥമാണ്. ബെയർ വഹിക്കുന്ന ബെയർ. ജനങ്ങൾ സന്തോഷത്തോടെ എഴുന്നേൽക്കും. ജനങ്ങൾ, ദ പീപ്പിൾ ഷാൽ റൈസ് ഇൻ ജോയ്. അപ്പൊ ഇവിടെ ഡെത്ത്, റിസറക്ഷൻ, ഡെത്ത്, റിസറക്ഷൻ. All are talking about the destruction of the city or nation and the restoration of the city into the glorious stage. ആ മഹത്വത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ദാറ്റ് ഈസ് സ്വരാഷ്ട്രീയ ടെക്സ്റ്റ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഉഗാരിറ്റിക് കീർത്ത എപ്പിക്. കീർത്ത എപ്പിക്, കീർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്ത, ഇതിഹാസം. ഉഗാരിറ്റി. അവിടെ പറഞ്ഞിരുന്നു രാജാവ് കീർത്തയുടെ ഇതിഹാസം രാഷ്ട്രീയ പുനഃസ്ഥാപനത്തിനായി മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ചിത്രീകരണം ഉപയോഗിക്കും. കീർത്തയുടെ വീട്, ഇവിടെ കീർത്ത എന്ന് പറഞ്ഞ ഉഗാരിറ്റിക് കീർത്ത മേ ബി കിങ്, രാജാവ് കേട്ടോ, രാജാവ്. കീർത്തയുടെ വീട് മരണത്തോടടുത്തു, അവന്റെ സിംഹാസനം പൊടി. അപ്പൊ കീർത്ത എന്ന് പറഞ്ഞ കിങ് ആണ്, കിങ്ങിന്റെ പേരാ. ഉഗാരിറ്റിക് രാജാവിന്റെ പേര് കീർത്ത. കീർത്തിയുടെ മരണത്തോടടുത്തു, അവന്റെ സിംഹാസനം പൊടിയിലാണ്. എന്നാൽ ദിവ്യരോഗശാന്തിക്ക് ശേഷം അവന്റെ വീട് വീണ്ടും ജീവിക്കുന്നു, അവന്റെ സിംഹാസനം എന്നേക്കുമായി സ്ഥാപിക്കപ്പെടും. ഇവിടെ ഒരു രാജവംശത്തിന്റെ പുനഃസ്ഥാപനം പുനരുത്ഥാന ശൈലികൾ ഉപയോഗിച്ച് തിരിച്ചിരിക്കും. രാജ്യം പിടികിട്ടുന്നുണ്ടോ? അപ്പം നശിച്ചുപോയ രാജ്യത്വം പുനഃജീവിക്കപ്പെടുക, നഷ്ടപ്പെട്ടു പോയ രാജ്യത്തിലേക്ക് തിരിച്ചു വരിക, ആ രാജപദവിയിലേക്ക് മടങ്ങി വരുന്ന എല്ലാത്തിനും പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട്. പിന്നെ 11ാമത്തെ കാര്യം, ഐ ജസ്റ്റ് വോണ്ട് ടു ഫിനിഷ് ക്വിക്ലി. 11ാമത്തത് സുമേറിയൻ മിത്ത് ഓഫ് ഇനാനയുടെ, സുമേറിയൻ മിത്ത് ഓഫ് ഇനാനാസ് ഡെസന്റ്, അതായത് ഇനാനയുടെ വംശവലിയെ കുറിച്ചുള്ള സുമേറിയൻ മിത്ത്. ഇനാന എന്ന് പറയുന്ന ഇറ്റ്സ് എ ഫീമെയിൽ ക്യാരക്ടർ. എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ പറ്റിയില്ല. സുമേറിയൻ ഒരു മിത്താണത്, ഒരു മിത്തോളജി, ഒരു കഥകളായിരിക്കും മിക്കവാറും. ഓക്കെ. ഇനാന പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചായി വിരിക്കുകയും ചെയ്യുന്നു. അവളെ ഒരു ശവമായി മാറ്റി ഒരു കൊളുത്തിൽ തൂക്കിയിടുകയും ചെയ്യുന്നു. അവൾ പുനരുജ്ജീവിക്കപ്പെടുമ്പോൾ ഇനാന ജീവിക്കുന്നു. മഹാനായ സ്ത്രീ, മഹതി, വലിയ ഗ്രേറ്റ് വുമൺ, ആ വുമൺ എന്ത് ചെയ്തു? പാതാളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അവളുടെ പുനരുത്ഥാനം അവളുടെ ജനങ്ങളുടെ ഫലപുഷ്ടിയും ജീവിതത്തിന്റെ പുതുക്കലിനെയും പ്രതിഫലിക്കുന്നു. സോ ഇതിടെ അവളെ ചത്തുപോയി. അപ്പോൾ ഒരു രാജാവോ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇല്ലാതായപ്പോൾ ഡെത്ത്, തിരിച്ചു വരുന്നതിന്റെ പേര് റിസറക്ഷൻ. നശിച്ചപ്പം അധംപതനത്തെ മരണമെന്നും പുനർജീവനത്തെ ഉയർത്തെഴുന്നേൽപ്പെന്നും കാണുന്നു. അതുപോലെ തന്നെ ഒറിസിസിലുള്ള ഈജിപ്ഷ്യൻ ഗീത, ഈജിപ്തിലെ ഒരു സോങ് ആണ് അത്, ഹിംസ് ഓഫ് ഒറിസിസി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ സോങ്ങില് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതിലൊക്കെ ഞാൻ ഇപ്പൊ നാളെ ഇതിന്റെ എല്ലാം കൂടെ വിശദീകരണം ആവശ്യപ്പെടുന്നെങ്കിൽ നമുക്കിത് നിശ്ചയമായിട്ടും അതിന്റെ റെഫറൻസും ഇതെല്ലാം കൂടെ വേണം. എന്നൊക്കെ ആവശ്യമില്ല, എന്നാലും തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു. ഒറിസിസിനുള്ള ഈജിപ്ഷ്യൻ ഗീതങ്ങൾ. അപ്പം ഈജിപ്ഷ്യന്റെ നവീകരണത്തിന് ഉറപ്പായി ഒറിസിസിന്റെ പുനരുത്ഥാനം ആഘോഷിക്കും. ഒറിസിസ് എന്ന് പറഞ്ഞ ദേവനാണ്. ഒറിസിസ് ഉണർന്നു, ദേശം, ഇതെല്ലാം ഇവരുടെ ദേവന്മാരും ദേവിമാരും ഒക്കെയായി. ഇനാന എന്നൊക്കെ പറഞ്ഞ ദേവികളാണ്. ഒറിസിസ് എന്ന് പറയുന്ന ദേവന ഉണർന്ന ദേശം പച്ചിപ്പ് നിറഞ്ഞതായി ആളുകൾ ജീവിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ഉദയം രാജ്യത്തിന്റെ സമൃദ്ധിയിൽ നിന്നും പുനർജനനത്തിൽ നിന്നും വേർതിരിക്കാനാവാത്തതാണ്. അപ്പം ദൈവം എഴുന്നേറ്റ് വന്നാൽ ആളുകൾ സമൃദ്ധിയായി, സമൃദ്ധി വന്നാൽ ദൈവം എഴുന്നേറ്റ് നടത്തും, നശിച്ചു പോയാൽ ദൈവം ചത്തെന്നർത്ഥം. അപ്പൊ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുക? എവേക്കണിങ്. അവസാനത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. 13ാമത്തെ കാര്യം, ബാബിലോണിലെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ബാബിലോണിയൻ ന്യൂ ഇയർ ഫെസ്റ്റിവൽ, അതിനെ അക്കിറ്റു എന്ന് പറഞ്ഞത്. അക്കിത്തു എന്നാണ് വാക്ക് പറയുന്നത്. അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം അത് തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും കൊല്ലാൻ വരരുത്. ആചാരപരമായ പാരായണങ്ങളിൽ ബാബിലോൺ തന്നെ മരണത്തിൽ നിന്ന് പുതുക്കപ്പെട്ടതായി ചിത്രീകരിക്കുന്നു. അപ്പം ഇതിന്റെ എന്തോ പറയുന്നത്, സെറിമോണിക്കലി അവരുടെ ആചാരപരമായ കാര്യങ്ങളിൽ എന്തോ ബാബിലോൺ മരണത്തിൽ പുതുക്കപ്പെട്ടതായി. വീണു വിജനമായ ബാബിലോൺ വീണ്ടും ജീവൻ പ്രാപിച്ചു. അവരുടെ മതിലുകൾ നിലകൊള്ളുന്നു, അവിടെ ആളുകൾ സന്തോഷിക്കുന്നു.
വാർഷിക പുതുക്കലിന്റെ ഈ സൈക്കിൾ നഗരത്തിന്റെ വിധി പുനരുത്ഥാന ഭാഷയിൽ വിവരിക്കും. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ റിസറക്ഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഉടനെ ഫിസിക്കലി ഒരാൾ ചത്തിട്ട് മണ്ണോട് പോയിട്ട് തിരിച്ചു വരുന്നതിനെ കുറിച്ചല്ല. മിക്കവാറും എല്ലായിടങ്ങളിലും ഒരു നാട്, ഒരു ഡൈനാസ്ട്രി, ഒരു ജനവിഭാഗം, ഒരു പട്ടണം, ഒരു ദേശം, ഒരു രാഷ്ട്രം, ഇതൊക്കെ തകർന്നു പോയ ശേഷം വീണ്ടും അതിനെ ഉദ്ധരിച്ച് പുറത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്നതിനെയാണ് പലപ്പോഴും ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് ആ നാടുകളിൽ ഒരു ഭാഷാ ശൈലിയായിട്ട് ഉപയോഗിച്ചിരുന്ന ദ വേർഡ് റിസറക്ഷൻ. ഫൈനലി ഇവിടെ 15ാമത്തെ കാര്യം, പേർഷ്യൻ രാജകീയ റോയൽ ഇൻസ്ക്രിപ്ഷനകത്ത്, അതായത് സൈറസ് സിലിണ്ടറിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. സൈറസ് പുനരുജ്ജീവനത്തെ, അതായത് പുനരുത്ഥാനവാദി വിവരിക്കുന്നു. അതായത് അവിടെ എഴുതി ചെയ്യുന്നത്, ഞാൻ വിശുദ്ധ മന്ദിരങ്ങളെ അവിടെ സ്ഥലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നു, നഗരങ്ങളെ ശവക്കുഴിയിൽ നിന്ന് പുനഃസ്ഥാപിച്ചു, ഞാൻ അവരുടെ ആളുകളെ ശേഖരിച്ചു, അവർക്ക് ജീവൻ നൽകി. ഇവിടെ ഒന്നും അക്ഷരികമായി മണ്ണിൽ നിന്ന് തിരിച്ചു വന്നതിനെ കുറിച്ചല്ല പറഞ്ഞു. ഇനി സമാപനമായിട്ടൊരു കാര്യം, അതായത് ഇവിടെ പറഞ്ഞു, ഇവിടെ കീഴടക്കലിന് ശേഷമുള്ള പുനഃസ്ഥാപനം നഗരങ്ങളെ ശവക്കുഴിയിൽ നിന്ന് ഉയർപ്പിക്കുന്നതായി വ്യക്തമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. സോ ദീസ് ഓൾ തിങ്സ് ആർ, ഒരു തകർന്നു പോയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നെന്ന് പറയുന്നു. ഡെത്ത് ആൻഡ് റിസറക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈബിളിൽ ഒരു പുതിയ ഭാഷയല്ല, മറിച്ച് ആ കാലങ്ങളിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സാംസ്കാരികമായി സാഹിത്യപരമായിട്ട് നാടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ ഒരു ഭാഷാ ശൈലിയും ഭാഷാ പ്രയോഗവുമാണ് എന്നത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ വേദപുസ്തകത്തെ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട്. സമാപനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രാഷ്ട്രങ്ങളെയും നഗരങ്ങളെയും പലപ്പോഴും മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവരിച്ചു. സുമേറിയൻ വിലാപങ്ങൾ മുതൽ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈജിപ്ഷ്യൻ രാജകീയ ഗാനങ്ങൾ വരെ, ഉഗാരറ്റിക് പുരാണങ്ങൾ മുതൽ ഈജിപ്ഷ്യൻ ലിഖിതങ്ങൾ വരെ, എല്ലാ പ്രയോഗങ്ങളിലും അതേ സത്യത്തെ ആവർത്തിച്ച് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തകർക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗത്തെ വീണ്ടും ഉദ്ധരിച്ച് പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനെ വീണ്ടും ഉയർപ്പിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഉയർപ്പിക്കുക. ഈ പദങ്ങളെല്ലാം നമുക്ക് എസ്പെഷ്യലി ഹോശേയ പ്രവചനം 13-ാം അധ്യായം, എസെക്കിയേൽ പ്രവചനം അതിന്റെ 37-ാം അധ്യായം, ഞാൻ നേരത്തെ വായിച്ച യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം, അങ്ങനെ പലയിടങ്ങളിൽ ഇതേ പ്രയോഗം കാണാൻ പോകുന്നു. തകർന്നു പോയ, അടിമത്വത്തിലേക്ക് പോയ, നാശത്തിലേക്ക് പോയ ജനവിഭാഗം തിരികെ വരുന്നതിനെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ ഭാഷ അതിന്റെ ആത്യന്തിക ദൈവശാസ്ത്രപരമായ ആഴം യെശയ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, ഹോശേയ എന്നിവയിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് പറ്റും. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ഉടമ്പടിയിൽ, വിശ്വസ്തതയാൽ, ദൈവത്തിന്റെ ഉടമ്പടിയാൽ ദൈവം തന്റെ ജനത്തെ, അവരെ രാഷ്ട്രീയമായി, ദേശീയമായി, നാഷണലി പുനഃസ്ഥാപിക്കുന്ന, ഇസ്രായേലെ അവരുടെ രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്ന നടപടിയെ റിസറക്ഷൻ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ആദാമിന് സംഭവിച്ച മരണം അവനെ തോട്ടത്തിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും പുറത്താക്കി, ദൈവ സംസർഗത്തിൽ നിന്ന് പുറത്താക്കുകയും അവൻ ഇരുളിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ, മരണത്തിന് അധീനനായി മാറുമ്പോൾ വീണ്ടും അവനെ പുനഃസ്ഥാപിച്ച് ജീവൻ നൽകി, നവജീവൻ നൽകി, ദൈവികമായ ഉടമ്പടിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്ന ദൈവിക പ്രോഗ്രാമിന്റെ പേരാണ് പുനരുത്ഥാനം. മരണം എന്നത് ജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതും ദൈവമാകുന്ന ജീവനിലേക്ക് തിരികെ വന്ന് നവജീവൻ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തോടൊപ്പം എന്നും പാർക്കുന്നതിനെ പുനരുത്ഥാനം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞാലും ഇത് മുഴുവൻ കേൾക്കാത്ത ചേട്ടന്മാർ വന്നിട്ട് പറയും വിവരമില്ലായ്മ പറയുന്നു, വിട്ടിത്തരം. അങ്ങനെ പറയുന്നവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെ നടത്തുന്ന പാസ്റ്റർ, അയ്യോ കഷ്ടം, നിങ്ങൾ ജനിച്ച വീട് എവിടാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബൈബിളിന്റെ ഭാഷ ബൈബിൾ എഴുതിയ കാലഘട്ടവുമായി ചേർത്ത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ഉദ്യമമാണ് ഞാനിവിടെ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. കാരണം അവരോട് പറയണം, നമ്മളിപ്പം, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു, 103, 104, ഞങ്ങൾക്ക് അറിവിൽ 105 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തെയൊക്കെ എല്ലാ കണക്കും അറിയാത്തത് കൊണ്ട് 103 വയസ്സുണ്ട്. അത് ശവമടക്കം ചെയ്യപ്പെട്ടു. 100% ആ അമ്മച്ചീനി മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നും യാതൊരു ചിന്തയും ബൈബിളിലില്ല. പക്ഷെ നമ്മളത് പ്രസംഗിക്കപ്പെടുന്നു, അത് ഉറപ്പിക്കപ്പെടുന്നു. 10 പേരെ കുറ്റപ്പെടുത്തി അവന്മാർ പറയുന്ന മൊത്തം കള്ളമോ, നമ്മൾ ഉയർക്കും എന്ന് ഉറക്കെ പറഞ്ഞാൽ അത് സത്യമാകുമെന്ന് വിചാരിച്ച് കൊരവിടുന്നു, കൂവുന്നു, ബഹളം വെക്കുന്നു, നമ്മളെ കുറ്റപ്പെടുത്തും. വേദപുസ്തകത്തിന്റെ ഭാഷ എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയ അമ്മച്ചി യേശുവിനെ വിശ്വസിച്ച ആളാണ്,
ക്രിസ്തുവിനെ അനുഗമിച്ച ആളായതുകൊണ്ട് ക്രിസ്തുവിനെ എന്ന് ഏറ്റവും അന്ന് നഷ്ടപ്പെട്ട ജീവനിലേക്ക് തിരികെ വരികയും അതിക്രമത്താലും പാപത്താലും മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പ് പ്രാപിക്കുകയും ചെയ്തതിനാൽ now she is with Almighty God as a resurrected person, those who received the eternal life. There is no more resurrection. Already she is resurrected by the life of the Lord Jesus Christ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ മരിച്ചുപോയി വിടവാങ്ങിപ്പോയ ഒരു ദൈവദാസനും ഒരു വിശ്വാസിയും ഒരു ക്രിസ്ത്യാനിയും മണ്ണിൽ നിന്ന് തിരികെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ഉയർപ്പ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് കൃത്യമായ ബിബ്ലിക്കൽ ഓൾഡ് കവനന്റ് അർത്ഥമുണ്ട്, കൾച്ചറൽ മീനിങ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മണ്ണിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മണ്ണും വാരിയിട്ടിട്ട് എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ് പോകുന്നു, അല്ലാതെ വരത്തില്ല. അങ്ങനെ പോകുന്നു ആള് വരുമെങ്കിൽ പിന്നെന്താ ചേട്ടാ, ആ ആള് പോയി കൊണ്ട് കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പാട്ടി പോലും കയറാത്ത എന്താ അങ്ങോട്ട്? നിങ്ങൾ അവിടുന്ന് തന്നെ തിരിച്ചു വരുമെന്നല്ലേ പ്രതീക്ഷിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആണ്ടിൽ ഒരിക്കലെങ്കിലും പോയി ആ ശവകുടീരത്തിനടുത്തൊന്ന് പോയി നോക്കണ്ട. എന്തായാലും കാഹളം ധ്വനിക്കുമ്പോൾ അത് തുറന്നു വരേണ്ട ആളല്ലേ? അറ്റ്ലീസ്റ്റ് ആ മണ്ണിൽ ലയിച്ചു തീർന്നാലും തീർന്നു പോയില്ലല്ലോ, അവിടുന്ന് തന്നെയല്ലേ വരേണ്ടത്. പിന്നെന്തിനാ പട്ടിക്കാട്ടി കൊണ്ടിടുന്നത്? ഇപ്പം നമ്മുടെ നാട്, എൻ്റെ പുനലൂർ ദേശത്ത് ഒരു 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 ശ്മശാനുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ പട്ടി പോലും കയറി പോകത്തില്ല, കിഴുക്കാൻ തൂക്കാട്ട് കിടക്കുന്നു. അല്ലെ വേദോസത്തിന്റെ ഭാഷ പറഞ്ഞ കടുംതൂക്കിന്റെ മറവിൽ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഇറങ്ങി ഞാൻ കയറി വേണ പോലെ ക്രെയിൻ കൊണ്ട് പൊക്കിക്കൊണ്ടുവരണം. അവിടെ അടക്കുന്നത് വിശുദ്ധന്മാരെ കൊണ്ട് അടക്കിയിട്ട് അവരവരുടെ പണിക്ക് പോവും, പിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നത്. എന്നിട്ടും പറയുന്നത് എന്തുവാ? കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ഈ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരും. നിങ്ങളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നവരെങ്കിൽ എല്ലാ വർഷവും മരണത്തിൻ്റെ അന്ന് ദയവായിട്ട് പോയി കല്ലറ അടുക്ക പോയി, ഞങ്ങളുടെ അമ്മച്ചി ഇവിടെ വിശ്രമിക്കുന്നു, ഞങ്ങളുടെ അപ്പച്ചനോട് വിശ്വസിക്കുന്നു, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഇവിടെ വിശ്രമിക്കുന്നു. ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ ഈ കല്ലറ തുറന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ മണ്ണായി പോയ ആള് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പോയി ആദ്യം എല്ലാ കല്ലറകളെയും ക്ലിയർ ആക്കുക. എന്നിട്ട് എല്ലാ വർഷവും അവിടെ പോയി നോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. കല്ലറ പോയി പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം കറക്റ്റാണ്. എനിക്ക് വിശ്വാസം അങ്ങനെയൊന്നുമില്ല. I believe in the Bible. I believe in the Bible and prophets, Jesus and apostles. Already we are resurrected people. Okay. അതുകൊണ്ട് first of all we need to learn what is the language, what is the idioms, what is the എന്തുവാ ഭാഷാ പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കും. ഇടവരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദയവായിട്ട് ഫാൾസ് ഹോപ്പിൽ ജീവിക്കാതെ നാം റിയാലിറ്റിയിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളത് ചെയ്യണം. അത് ഈ ശുശ്രൂഷയ്ക്ക് ഒരു വചനം, ഈ നാട് മുഴുവൻ അസത്യം പറയുമ്പോൾ, അവ്യക്തത പറയുമ്പോൾ സത്യം പ്രഘോഷിക്കപ്പെടുന്ന ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് ഹേതുവാകും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.